പ്രിയമുള്ളവരെ, ജനുവരി മാസം 22-ാം തീയതി കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒരു അതിജീവന സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അവകാശ സംരക്ഷണത്തിനു വേണ്ടിയും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് സ്വീകരിക്കുന്ന വിവേചനപരമായ നിലപാടുകൾക്കുമെതിരായിട്ടുള്ള സമരമാണ് സമരച്ചങ്ങല എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നത്. 2026 ജനുവരി മാസം 22-ാം തീയതി കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും തലസ്ഥാന നഗരിയിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധത്തിൻ്റെ സമരച്ചങ്ങല തീർക്കാൻ തീരുമാനിക്കുന്നത് ജീവിക്കാൻ ആവശ്യമായ ഒരു ജീവിത സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മുടെ വാർദ്ധക്യകാല സുരക്ഷിതത്വമായ പെൻഷൻ നഷ്ടപ്പെടുത്തിയവർക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് സമരച്ചങ്ങലയിലൂടെ ഉയർത്തുന്നത്. നമ്മുടെ വേതന ഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി ശമ്പള പരിഷ്കരണ നടപടികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭമായി സമരച്ചങ്ങല മാറുകയാണ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും എല്ലാം വേതനം പരിഷ്കരിക്കുക എന്നാൽ പൊതുവെ ഉള്ള ധാരണ അവരുടേത് മാത്രമായ ഒരു മുദ്രാവാക്യമായിട്ടാണ് പലരും വീക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിൽ സർക്കാർ ജീവനക്കാരുടെ വേതന ഘടന പരിഷ്കരിക്കുന്നതിലൂടെ എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന എല്ലാ വിഭാഗം ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും വേതന ഘടനയിലാണ് ഒരു പരിഷ്കരണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് അനുഭവം. വല്ലാത്ത ജീവിത പ്രയാസത്തിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും. 5 വർഷത്തിലൊരിക്കൽ പരിഷ്കരിക്കേണ്ട വേതനം പരിഷ്കരിക്കേണ്ട കാലാവധി പിന്നിട്ട് 1 വർഷം കഴിഞ്ഞു. കേരളത്തിൻ്റെ ഗവൺമെൻറ് ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളെല്ലാം നൽകുമെന്നുള്ള നയം വ്യക്തമാക്കി കഴിഞ്ഞു. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയാതിരിക്കുന്നത് കേരളത്തിൻ്റെ മുന്നിലുള്ള സാമ്പത്തിക പ്രതിസന്ധി എന്ന് ധനകാര്യമന്ത്രി പറയുന്നതിലും ഞങ്ങൾ അവിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് ജീവനക്കാരുടെ വേതന പരിഷ്കരണം യാഥാർത്ഥ്യമാക്കാൻ കഴിയണം. ജീവനക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക DAയുടെ കുടിശ്ശികയും അനുവദിച്ച DAയുടെ കുടിശ്ശികയും അനുവദിക്കാൻ കഴിയണം. അതിനുമപ്പുറത്തേക്ക് സമരച്ചങ്ങല മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് വലതുപക്ഷവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ്. കേരളത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ്. പെൻഷൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു കാലത്തിലാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. അത് നഷ്ടപ്പെടുത്തിയത് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസും BJPയുമാണ്. 2013 UDFൻ്റെ ഗവൺമെൻറ്റാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ തകർത്ത് പുതിയ പെൻഷൻ പരിഷ്കരണത്തിന് കേരളം തുടക്കം കുറിച്ചത്. അന്ന് ഐക്യത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്താൻ കേരളത്തിൻ്റെ സർവീസ് മേഖലയ്ക്കായില്ല. ഒറ്റുകാരുണ്ടായ കേരളത്തിൻ്റെ സർവീസ് മേഖലയിൽ. അതുകൊണ്ടാണ് ആ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിന് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള അവസരമുണ്ടായത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലാണ് കേരളത്തിൻ്റെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ. വാഗ്ദാനം പാലിച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാകണം. കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് കളവൊരുക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയെയും അംഗീകരിക്കുക സാധ്യമല്ല എന്നുള്ള നിലപാടാണ് കേരളത്തിൽ അധ്യാപക സർവീസ് സംഘടന സമരസമിതിക്കുള്ളത്. നമ്മുടെ വിഹിതവും സർക്കാരിൻ്റെ വിഹിതവും നമ്മുടെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കേണ്ട തുക 30,000 കോടി രൂപയിലേറെയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഓഹരി കമ്പോളത്തിലേക്ക് എത്തിയത്, കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപിച്ചത്. ആ കോർപ്പറേറ്റുകളുടെ ലാഭവർദ്ധനവിന് സഹായകരമായി രാജ്യത്തും കേരളത്തിലും തുടക്കം കുറിച്ച പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ച് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങണം എന്നുള്ള മുദ്രാവാക്യമാണ് ഏറ്റവും പ്രസക്തമായി സമരച്ചങ്ങലയിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദിന പണിമുടക്ക് നടത്തി ജീവനക്കാർ പ്രതിഷേധിച്ചു. രാപ്പകൽ സമരം നടത്തി 2024 10,000-കണക്കിന് ജീവനക്കാർ രാപ്പകൽ സമരത്തിലൂടെ ഈ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിച്ച് തെരുവുകളിലേക്ക് വന്നു. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശം മാത്രമല്ല, കേരളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനുമപ്പുറത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സിവിൽ സർവീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. വലതുപക്ഷവൽക്കരണ നയങ്ങളിലൂടെ തകർത്തെറിഞ്ഞ സാമൂഹ്യ സുരക്ഷിതത്വം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമമാണ് സമരച്ചങ്ങല എന്ന നൂതനമായ സമരമാർഗത്തിലൂടെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി മുൻവയ്ക്കപ്പെടുന്നത്. ആവേശത്തോടുകൂടി
നമ്മുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വലതുപക്ഷ വൽക്കരണ നയങ്ങൾക്കെതിരായി ഇടതുപക്ഷ ബോധ്യത്തോടുകൂടി ഉയർത്തുന്ന പ്രതിരോധമാണ് സമരച്ചങ്ങല. അത് കേരളത്തിന്റെ പൊതുപ്രതിഷേധമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളെയും ജീവനക്കാരെയും അധ്യാപകരെയും സമരച്ചങ്ങലയുടെ ഭാഗമാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അവകാശ സംരക്ഷണത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനത്തിനുമെതിരെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരച്ചങ്ങല തീർക്കുന്നു. 2026 ജനുവരി 22 ലോക്ഭവൻ മുതൽ സെക്രട്ടേറിയറ്റ് വരെയും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരച്ചങ്ങല തീർക്കുന്നു.